ചേട്ടാ, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ഇത് കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതിന് എന്ത് അടിസ്ഥാനമാണെന്നാണ് പാർട്ടിയുടെ ഔദ്യോഗിക തലത്തിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പെടുന്ന ആളാണ് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ. അപ്പോൾ അടിസ്ഥാനം എന്താണെന്നുള്ളത് വി കുഞ്ഞികൃഷ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പായിരുന്നു. ഞാൻ ആ ഒരു FB പോസ്റ്റ് ഒന്ന് വായിക്കാം. പാർട്ടി ആരെയാണ് വീണ്ടും വീണ്ടും വഞ്ചിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഇന്നാട്ടിലെ മനുഷ്യരെയും ആരെയാണ് ഇവിധം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? ധീര രക്തസാക്ഷിയുടെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് പോലും ധനാപഹരണം നടത്തിയ അഴിമതിയുടെ കറപുരണ്ട നേതാക്കളെയും ഡിജിറ്റലായി രേഖപ്പെടുത്തപ്പെട്ട സൂര്യനെ പോലെ തിളങ്ങുന്ന തെളിവുകൾ ബാക്കിയിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് പുകമറ സൃഷ്ടിച്ച് സത്യത്തെ മറച്ചു വെക്കാൻ കഴിയുക? രക്തസാക്ഷി ധനരാജിന്റെ പേരിൽ പിരിച്ച ഫണ്ടിൽ നിന്ന് 3/11/2016 40 ലക്ഷം രൂപ പിൻവലിച്ച് പയ്യന്നൂർ റൂറൽ ബാങ്കിന്റെ മെയിൻ ബ്രാഞ്ചിൽ 20 ലക്ഷം രൂപയും ഇതേ ബാങ്കിന്റെ റെയിൽവേ ഗേറ്റ് ശാഖയിൽ 20 ലക്ഷം രൂപയും 5 ലക്ഷം രൂപ വീതമുള്ള 8 സ്ഥിര നിക്ഷേപമാക്കി മാറ്റിയതിന് തെളിവുകളുണ്ട്. അതിൽ മെയിൻ ബ്രാഞ്ചിലെ 4 നിക്ഷേപം 8/11/2018 കാലാവധിക്ക് ശേഷം രക്തസാക്ഷി ധനരാജിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റുകയുണ്ടായി. എന്നാൽ റെയിൽവേ ഗേറ്റ് ബ്രാഞ്ചിൽ 4 നിക്ഷേപങ്ങളായി സൂക്ഷിച്ചിരുന്ന 20 ലക്ഷം രൂപയിൽ 8/8/2018 5 ലക്ഷം രൂപ മാത്രമാണ് ധനരാജിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയത്. ബാക്കി 15 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ 20/4/2019 5 ലക്ഷം രൂപ 12/10/2019 ബാക്കി 5 ലക്ഷം രൂപ 7/2/2020 പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി. പണം പിൻവലിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. രക്തസാക്ഷി ധനരാജിന്റെ പേരിലുള്ള അക്കൗണ്ട് നിലവിലിരിക്കെ ഈ 15 ലക്ഷം രൂപ എന്തിനാണ് ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റി പിൻവലിച്ചതെന്ന എന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ പാർട്ടിക്ക്? ഇത് എവിടെയും വരവ് ചെലവ് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നല്ലേ വസ്തുത? ഇതൊന്നും നോട്ട് നിരോധന കാലത്തുള്ളവയല്ല. നേരത്തെ പറഞ്ഞ 5 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചിലവ് കാണിച്ചതാണ്. ആ 5 ലക്ഷം രൂപ 9/7/2018 ഏരിയ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് മാറ്റി പിൻവലിച്ചതാണ്. ഇതും നോട്ട് നിരോധന കാലത്തല്ല. ഇതിനു പുറമെ 21/11/2018 2 ലക്ഷം രൂപ ധനരാജ് ഫണ്ടിനത്തിൽ ചെക്ക് മുഖേന ചിലവ് കാണിച്ചിട്ടുമുണ്ട്. ഈ 2 ലക്ഷം രൂപ KP മധുവിന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്കാണ് മാറ്റിയത്. ഈ തെളിവുകളെല്ലാം ജനം വിലയിരുത്തട്ടെ. സത്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ. ആ സത്യത്തെ നിങ്ങൾ ഇരുട്ടുകൊണ്ട് മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇനിയും സംസാരിക്കുന്ന തെളിവുകൾ പുറത്തു വരും. ഒന്നുകൊണ്ടും നിങ്ങൾ ധൈര്യപ്പെടേണ്ട. പോരാട്ടം തുടരുകയാണ്. വി കുഞ്ഞികൃഷ്ണൻ അതിന്റെ താഴെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഡോക്യുമെന്റ്സും കൂടെ അദ്ദേഹം FBയിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് കുറെ നാളായിട്ട് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരുന്ന സത്യങ്ങൾ. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിന്റെ ഡിജിറ്റൽ തെളിവുകൾ. ഇത് AI അല്ല, ഉണ്ടാക്കിയ തെളിവുകളൊന്നുമല്ല, കൃത്യമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. അല്ല, ഇതില് ഈ റെയിൽവേ ഗേറ്റ് ശാഖയിലേക്ക് എന്ന് പറഞ്ഞുള്ള 5 ലക്ഷം രൂപ വെച്ചുള്ള 4 അക്കൗണ്ട് എന്ന് പറയുന്നില്ലേ, അതിലാണ് വൻ തിരിമറി നടന്നിരിക്കുന്നത്. അവിടെ നിന്നാണ് അതിൽ തന്നെ അത് 20 ലക്ഷം വരും, 5 ലക്ഷം വെച്ച്. അതിൽ ഒരു 5 ലക്ഷം മാറ്റി ഇട്ടിട്ട് 15 ലക്ഷം രൂപ എങ്ങാണ്ടോ രക്തസാക്ഷി ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ 5 ലക്ഷം കറക്റ്റ് ഏരിയ സെക്രട്ടറി മധു എന്നല്ല അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു, മധുവാണ്. മധു വെട്ടി എന്റെ കറക്റ്റ് തെളിവാ വന്നിരിക്കുന്നത്. അല്ല, ഈ 5 ലക്ഷം രൂപയാണ് ചേട്ടാ രക്തസാക്ഷിയിലേക്ക് പോയിരിക്കുന്നത്. ബാക്കി 15 ലക്ഷം രൂപയാണ് ഏരിയ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. പിൻവലിക്കുകയാണെങ്കിൽ പിൻവലിച്ചു എന്ന് വരില്ലേ? ഇതിപ്പോ അതല്ല ചെയ്തിരിക്കുന്നത്. 40 ലക്ഷം രൂപയാണ് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ ഉണ്ടായിരുന്നത്. 20 ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ട് അതിലേക്ക് അവിടത്തേക്ക് തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഈ റെയിൽവേ ഗേറ്റ് ബ്രാഞ്ച് അതിലാണ് ഈ തിരിമറി കാണിച്ചിട്ടുള്ളത്. 5 ലക്ഷം രൂപ മാറ്റിയതിനു ശേഷം ബാക്കി 15 ലക്ഷം രൂപ പോയിരിക്കുന്നത് ഏരിയ കമ്മിറ്റി ഈ അക്കൗണ്ടിലേക്കാണ്. ആ അക്കൗണ്ടിന്റെ കാര്യമാണ് ഈ മധു എന്ന് പറയുന്ന ആളിലേക്കൊക്കെ പോയിട്ടുള്ളത്. അല്ല, അത് ഏരിയ കമ്മിറ്റി ആവശ്യത്തിലേക്കാണ് പോയെന്നൊക്കെയാണ് അവരുടെ ഭാഷ ഇപ്പൊ വരുന്നത് അല്ലേ? അതെ, ഏരിയ കമ്മിറ്റി അക്കൗണ്ടിലേക്ക് പോയത്. ഇത് സത്യത്തിൽ ഇദ്ദേഹം ചോദിക്കുന്നത്
ഈ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു അക്കൗണ്ട് ഉള്ളപ്പോൾ ഏരിയ കമ്മിറ്റി ബാക്കി അക്കൗണ്ട്, കാരണം ധനരാജ് ഫണ്ടിൽ നിന്ന് നമുക്ക് പിൻവലിക്കുകയാണെങ്കിലാണ് എന്തിനാണ് ഈ പിൻവലിച്ചത് അതിന്റെ രേഖകൾ ഉണ്ടാവുള്ളൂ. കാരണം ആ അക്കൗണ്ട് അതിന് വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ ഇവരതല്ല ചെയ്തിരിക്കുന്നത്. 15 ലക്ഷം ഇവർ ഏരിയ കമ്മിറ്റിയിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് പിൻവലിക്കുന്ന സമയത്ത് ഇത്തരം രേഖകളൊന്നും രേഖപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല. അതാണ് ഈ വൻ തിരിമറി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ നടന്നിട്ടുള്ളത്. അതാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ധൈര്യപ്പെടേണ്ട, ഒന്നുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടേണ്ട ആവശ്യമില്ല. ഇതിൽ കൂടുതൽ തെളിവുകൾ എന്റെ കൈവശമുണ്ട്. കാരണം ഇനിയും നിങ്ങൾ ഇതൊരു സാമ്പിൾ ആയിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടുതൽ തെളിവുകൾ ഞാൻ പുറത്തേക്ക് വിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നേ തന്നെ കുഞ്ഞികൃഷ്ണൻ ഈ തെളിവുകൾ പുറത്തു വിടും. കാരണം അത്തരത്തിലുള്ളൊരു പ്രതിരോധമാണ് കണ്ണൂരിൽ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തേക്കും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നല്ലോ, തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് 24 മണിക്കൂറിനുള്ളിൽ പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ കുടുംബത്തെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? അത് ചിന്തിക്കേണ്ടതല്ലേ? അപ്പോ ഞാൻ ഇപ്പൊ ചേട്ടൻ ഒരു അഴിമതിയെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ അനുഭവിക്കുന്ന, ചേട്ടൻ അറിയാവുന്ന ഒരു വിഷയത്തെ പറ്റി പറയുന്നു. നേരിന് വേണ്ടി ചേട്ടൻ സംസാരിക്കുന്നു. ഞാൻ അപ്പുറത്ത് നിന്ന് ചേട്ടന് പ്രതിരോധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടന്റെ കുടുംബത്തിന് വരെ ജീവന് ഭീഷണി എന്ന രീതിയിൽ ഇത്തരത്തിലുള്ള നിങ്ങളല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും ഞാൻ നിങ്ങളെ പ്രതിരോധത്തിലാക്കുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് പൊതുജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കില്ലേ? അതാണ് ഈ കുഞ്ഞികൃഷ്ണൻ ശ്രമിച്ചിട്ടുള്ളത്. പുള്ളി പറഞ്ഞ അതേ കാര്യത്തിന്റെ ഡോക്യുമെന്റ്സ് ആണ് പുള്ളി ഇപ്പോ തന്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ട് വഴി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇതിനെന്താണ് പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് പറയാനുള്ളത്? ഇതിനെന്താണ് മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്? പാർട്ടി സെക്രട്ടറി, കേരള സംസ്ഥാന പാർട്ടി സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും പറയണം. മുഖ്യമന്ത്രി ഇതിൽ മൗനമായിരിക്കും. പാർട്ടി സെക്രട്ടറി ഒന്നും വേണ്ടില്ല. അതിൽ മുഖ്യമന്ത്രി മൗനം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇതിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് ഉത്തരം കിട്ടില്ല. ഉത്തരം അവിടെ നിന്ന് കൊടുക്കണമല്ലോ, കീഴ്ക്കടക്കുന്നതിന്. മുഖ്യമന്ത്രി പറയുന്നതിന് തുല്യമാണ്. മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ ചെന്ന് പിന്നെ സെക്രട്ടറിയായി പ്രതിഷ്ഠിച്ച ആളാണ് കെ രാഗേഷ്. വേറെ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ്. കെ രാഗേഷിനെ മുഖ്യമന്ത്രി കൊണ്ട് ഇരുത്തിയതാണ്. മുഖ്യമന്ത്രി പറയുന്ന പോലെ പറയുന്നതാണ് കെ രാഗേഷ്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറയില്ല. മുഖ്യമന്ത്രി പറയുന്നതിന് പോലെ കെ രാഗേഷ് പറഞ്ഞാൽ മതി. കെ രാഗേഷാണ് സെക്രട്ടറി. അല്ല, കെ രാഗേഷ് ആണെങ്കിലും ഇതിലിപ്പൊ എന്താണ് അവർക്ക് പറയാനായിട്ടുള്ളത്? ഇത്ര കാലമായിട്ട് കുഞ്ഞികൃഷ്ണൻ വെറുതെ കടന്നു പറയാണ്, സീറ്റിന് വേണ്ടി പറഞ്ഞതാണ്. അതിൽ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ള കാര്യം, ഈ പാർട്ടിയുടെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് പയ്യന്നൂർ മാത്രമല്ല. ഇവർക്ക് 6 ലക്ഷം പാർട്ടി അംഗങ്ങളുണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ 5 ലക്ഷം ഉണ്ടെന്ന് പറയുന്നു. ഓരോ ബ്രാഞ്ചിൽ 20 പേരെങ്കിലും വെച്ചുണ്ടെന്ന് വെച്ചോളൂ. ഈ ഓരോ ബ്രാഞ്ചിനും ഓരോ കഥ പറയാനുണ്ടാവും. നമ്മൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുമ്പോൾ, എൻ്റെ അടുത്ത് നമ്മളെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു ബ്രാഞ്ച് കമ്മിറ്റി മീറ്റിംഗ് വിളിക്കുമ്പോൾ ഈ പാർട്ടിയെക്കുറിച്ച് ഒരുപാടൊന്നും അറിയാത്തവരാണെങ്കിൽ ചിന്തിക്കും, വിചാരിക്കും എന്തൊക്കെയോ കാര്യങ്ങൾ നല്ലതൊക്കെ നമ്മുടെ അടുത്ത് പറയാൻ വേണ്ടി വിളിക്കുകയാണ്. എന്തോ ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ, ആ കമ്മിറ്റി ഈ കമ്മിറ്റി. അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും, നമ്മുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചോർന്ന് വിളിക്കുകയാണ് സഖാക്കളെ, അതിന് ഫണ്ട് വേണം. അത് കഴിഞ്ഞിട്ട് മറ്റേ DYFIയുടെ ഈ പിരിവുണ്ട്, അതിനേക്ക് ഫണ്ട് വേണം. എന്നുവെച്ചാൽ ഫണ്ടിന് വേണ്ടിയാണ് വിളിക്കുന്നത്. അല്ലാതെ ഇന്നിപ്പോൾ നടക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുടെ കാര്യങ്ങളോ, അല്ലെങ്കിൽ വേറെ അതിൻ്റെ പേരിൽ ഒരു പ്രക്ഷോഭം നടത്തണമെന്നോ, സമരം നടത്തേണ്ട കാര്യം പറയണേ, അതിലും സമര ഫണ്ടിലേക്കും കാശ് വേണം പറയും. കാശ് പിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. കാശ് പിരിക്കാൻ കാണിക്കുന്ന ആ ഒരു ആത്മാർത്ഥത, സഖാവേ എന്ന് വിളിച്ചുകൊണ്ട് ആകെ ചോദിക്കുന്നത് കാശിൻ്റെ കാര്യം ചോദിക്കുന്നതായിരിക്കും. കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർട്ടി ഓഫീസിൽ ചെന്നിരുന്നാൽ പോലും നമ്മളെ കണ്ടതായിട്ട് അടിക്കത്തില്ല. ഇതാണ് പാർട്ടി. അപ്പോൾ കാശിൻ്റെ മേൽ കളിയാണ്. എന്തുകൊണ്ട് ആലപ്പുഴയിൽ ഈ പാർട്ടി ഇങ്ങനെ ആയെന്ന് വെച്ചാൽ, കണ്ണൂർ ഇങ്ങനെ, തിരുവനന്തപുരത്ത് തന്നെ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഒരു സഖാവ്, RSSകാർ കുത്തിക്കൊന്ന ഒരു പയ്യനാണ്. അവൻ്റെ ജ്യേഷ്ഠ എന്നോട് പഠിച്ചതാണ്. അയാൾ ഇപ്പോൾ വന്നിട്ടുണ്ട്, വിനോദ് വന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം കരാട്ടെ വിനോദ് എന്നാണ് പറയുന്നത്, അവൻ്റെ കുഞ്ഞ് അനുജനെയാണ് കുത്തി കൊലപ്പെടുത്തിയത്. ആ കേസിൽ രക്തസാക്ഷി ഫണ്ട് പിരിച്ചിട്ട് ആ കാശ് കൊടുത്തോ എന്ന് ആ ബ്രദർ ചോദിക്കുന്നുണ്ട്. അയാളിപ്പോൾ പാർട്ടി മാറി. ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എത്ര ബ്രാഞ്ച് ഉണ്ടോ അത്രയും ബ്രാഞ്ചുകളിലും ഇതുപോലുള്ള തട്ടിപ്പിൻ്റെ കഥകളെ അവർക്ക് പറയാനുണ്ട്. ഒരു കുഞ്ഞികൃഷ്ണൻ മാത്രമേ ഇത് പുറത്തു പറഞ്ഞോളൂ. കഴിഞ്ഞ 10 വർഷത്തിനിപ്പുറമായി ഈ പാർട്ടിക്കകത്ത് എങ്ങനെയൊക്കെ ഫണ്ട് പിരിച്ച് എങ്ങനെയൊക്കെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് ഈ പാർട്ടിക്കകത്തുള്ളവർക്ക് ഒരുപാട് പേർക്ക് പറയണ്ട. അവരാരും പറയില്ല. എന്തുകൊണ്ട് പറയില്ലെന്ന് വെച്ചാൽ, കുഞ്ഞികൃഷ്ണൻ്റെ ഫാമിലിയെ നിർത്തി കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഭീഷണി ഉണ്ടാവും, ഉറപ്പാണ്. അല്ല, ആരെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത്? ഇപ്പോ എനിക്ക് ധനരാജന്റെ കുടുംബത്തെ ആലോചിക്കുമ്പോൾ ദുഃഖം തോന്നുന്നു, അഭിമന്യുവിന്റെ കുടുംബത്തെ ആലോചിക്കുമ്പോൾ ദുഃഖം തോന്നുന്നു. പുഷ്പൻ, നാണമുണ്ടോ ഇവർക്ക് പുഷ്പന്റെ പേര് പറയാൻ വരെ തോന്നി പോകുന്നു. അതിന് അവരുടെ കുടുംബത്തിന് പരാതിയില്ല. അവരെ കൊണ്ട് സ്റ്റേജ് ഇരുത്തിയല്ലേ സംസാരിച്ച് ധനരാജന്റെ. അവർക്ക് പരാതിയില്ലെന്ന് കാണിക്കാനായിട്ട്. കാര്യം അങ്ങനെ ആയിപ്പോ ഈ പാർട്ടി എന്ന് വെച്ചാൽ, കഴിഞ്ഞ 10 വർഷം 15 വർഷം
അതിനപ്പുറം ഈ പാർട്ടിക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരു പരിപാടി നടത്തണമെങ്കിൽ കോറി മുതലാളിയുടെ കാശിനാണ് ഉച്ചത്ത ഒരു സമരം നടക്കേണ്ടത്. സമരത്തിന് സഖാക്കൾക്ക് ആഹാരം കഴിക്കണം. എത്രയെന്ന് പറഞ്ഞ് കടകളിൽ ഇവർ കയറിറങ്ങി ഫണ്ട് പിരിക്കാൻ പോകും സമരത്തിന്, അല്ലെങ്കിൽ ഒരു പ്രക്ഷോഭം നടത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഇവരുടെ സംഘടന കർഷക സംഘത്തിൻ്റെ ഒരു പരിപാടി നടക്കുന്നു, പോകുന്ന വഴിക്ക് നമുക്ക് ആഹാരം കഴിക്കണം, ആഹാരം ഇന്ന ഹാളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കോറി മുതലാളി ഇരുന്ന് പൈസ വാങ്ങിക്കും. കോറി മുതലാളിക്ക് എന്ത് ചെയ്തു കൊടുക്കും? അനധികൃതമായി ഖനനം നടത്താനുള്ള അനുമതി കൊടുക്കും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഫണ്ടെന്ന് പറയുന്നത് ചെല്ലണം, അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയും കാണിക്കും. അതിനി കോറി മുതലാളി ആയിരുന്നാലും ഇനി വേറെ മാഫിയ ആയിരുന്നാലും അവർക്കൊന്നും വിഷയമില്ല, കാശ് വേണം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. പയ്യന്നൂർ ഇത് പുറത്ത് പറഞ്ഞു, ഇത്ര ലക്ഷം രൂപ പുറത്ത് പറഞ്ഞവൻ ആരായി? ഈ പാർട്ടിയിൽ നിന്ന് പുറത്തായി, വർഗവഞ്ചകനായി, നെറികെട്ടവൻ. ഈ വെട്ടിക്കൊണ്ട് പോകണവന്മാർ നിശബ്ദമായി നമ്മളിങ്ങനെ നോക്കി, അല്ലെങ്കിൽ നമ്മളും കൂടെ ചേർന്ന് അതിൽ കൈയിട്ട് വരാനായിട്ട് പോകണം. നമ്മളും കൂടെ. എന്നാലും ഇവർക്കൊരു ഉളുപ്പില്ലേ? മറ്റേതെങ്കിലും തട്ടിപ്പും ഒക്കെ ആണെങ്കിലും അത് അഴിമതിയാണ്, പൊളിറ്റിക്സിന്റെ ഒരു രീതി അനുസരിച്ചാന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് ഒരു രക്തസാക്ഷി ഫണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ മനസാക്ഷി, നിങ്ങളുടെ നിലനിൽപ്പ്, നിങ്ങൾ എന്ത് പറഞ്ഞാലും രക്തസാക്ഷികളുടെ ഈ സിപിഎമ്മിന്റെ ഒക്കെ രക്തസാക്ഷികളുടെ ഒക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കുന്നതൊക്കെ കാണുന്ന സമയത്ത് ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ചതാണല്ലോ എന്ന് തോന്നുമ്പോൾ മനസ്സിലൊരു വേദന ഉണ്ടാവും. ആ വേദന വിറ്റ് തിന്നുന്ന കുറെ എണ്ണം ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം ഉണ്ടാവുന്നത്. ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഈ 15 ലക്ഷം രൂപ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് അതിനകത്തിലില്ല. ആ ഡോക്യുമെന്റ്സ് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണുള്ളത്. അങ്ങനെ ആരെങ്കിലും മേ ബി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെയാണ് ഈ നമുക്കിങ്ങനെ ഇറക്കാൻ സാധിക്കുന്നത്? മറ്റൊരാളുടെ മരണത്തിന്റെ അത്തരം കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഒരു മാനുഷികതയും വിചാരിക്കണ്ട. ഈ പാർട്ടിക്കൊക്കെ മാനുഷികത എന്നേ പോയി. ചേട്ടാ, കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ TPയുടെ ഒരു വീഡിയോ കണ്ട സമയത്ത് റിപ്പീറ്റ് എന്തോ ഒരു എഡിറ്റിനിടയിൽ ഞാൻ കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, ഈ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു മാറ്റിയിട്ടാണോ ഈ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ആ രീതിയിലേക്ക് മാറുന്നത്? കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളല്ല, അവര് തനി ഗുണ്ടകളാണ്. അവരെ റിക്രൂട്ട് ചെയ്ത് അതൊരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അല്ല, 56 വെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. അത് ആ മനുഷ്യന്റെ മുഖത്ത് എനിക്ക് രക്തസാക്ഷി എന്ന് പറയുമ്പോ പുഷ്പനെയോ ഈ നമ്മുടെ ധനരാജിനെയോ അഭിമന്യുവിനെയോ കാട്ടിലൊക്കെ അപ്പുറത്തേക്ക് ആദ്യം മനസ്സിൽ വരുന്നത് TP ചന്ദ്രശേഖരന്റെ മുഖം തന്നെയാണ്. കാരണം ഞാൻ ആ മുഖത്തിന്റെ മാത്രമേ ഇങ്ങനെ തുന്നിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ഡെഡ് ബോഡി ഞാൻ കാണുന്നത്. അത്രയധികം ഈ തുന്നിക്കെട്ടി മുഖത്തൊക്കെ ആ ഒരു തുന്നിക്കെട്ടൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വാരി പറക്കി കെട്ടിട്ടുള്ളത്. ഞാൻ അതുകൊണ്ടാണ് അറിയാതെ ഞാൻ കണ്ണടക്കുന്നത്. കാര്യം എനിക്ക് അത് കണ്ടിട്ടുള്ള ഒരു മനുഷ്യന് പിന്നീട് ഈ പാർട്ടിയിലെ ഇത്തരം നേതാക്കളുടെ വാക്ക് കേൾക്കാൻ തോന്നില്ല. കാരണം അതിനകത്തിൽ ആ പ്രതികളെ എത്ര സംരക്ഷിച്ചതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ്. ആ രീതിയിലാണ് ഇപ്പൊ അതിൽ പ്രതികളായിട്ട് വന്നിരിക്കുന്ന ഒരു ചില്ലറക്കാരാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? CH അശോകൻ, അയാൾ മരിച്ചുപോയി. അയാൾ ആരാ? NGO അസോസിയേഷന്റെ നേതാവായിരുന്നു. ഒന്ന് ഓർത്തു വെക്കുക. വേറെ ഉള്ളവർ ആരൊക്കെയാ? ഈ ആസൂത്രണം ചെയ്തവരെയാ ഞാൻ പറയുന്നത്. ഞാൻ ഒരു പേരേ പറഞ്ഞുള്ളൂ. ബാക്കി കാരായി രാജനുണ്ട്. കാരായി രാജൻ എന്താണ് ഇപ്പം സ്ഥാനാർത്ഥിയായി? അല്ല, സമ്മതിക്കണം. ആ കാരായി രാജൻ നിൽക്കുന്ന മണ്ഡലത്തിലെ ജനങ്ങളെ സമ്മതിക്കണം. നിങ്ങൾ എല്ലാവരും എവിടെയായിരുന്നു അദ്ദേഹം നിൽക്കുന്ന ഒരു മണ്ഡലം? കാരായി രാജൻ തലശ്ശേരിയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഞാൻ കണ്ട അതേ വീഡിയോ ഇപ്പോഴും നമ്മുടെ യൂട്യൂബിനകത്തിലും പ്ലാറ്റ്ഫോമിലും കിടപ്പുമുണ്ട്. നിങ്ങൾ വോട്ട് കുത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വോട്ട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ഈ വീഡിയോ നിങ്ങൾ കൃത്യമായി കണ്ടിരിക്കണം. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ആ കാരായി രാജന്റെ അടുത്തേക്ക് പോയില്ല. അതാണ് തോന്നിപ്പോയത്. അത് അദ്ദേഹത്തിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നമോ അല്ലെങ്കിൽ കാരായി രാജൻ എന്ന ആളോട് അതൊന്നും ഉള്ളത് കൊണ്ടല്ല. പക്ഷെ ആ ഒരു TPയെ കണ്ട ഒരു ആൾക്കും ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ പാർട്ടിയെ വെല്ലുവിളിക്കാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചു. അതാണ് TP ചെയ്ത ഒരു തെറ്റെന്ന് പറയുന്നത്. TP അവിടെ പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഇറങ്ങുമ്പോൾ TP അതിനായോ എന്ന കാര്യം ഇത് ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. ഇത് വെറുതെ പോയൊരു സംഭവമല്ല. എത്രയോ ദിവസങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ പിറകെ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ TPയോട് ഇവർ നടത്തിയ ഈ ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒരിക്കലും തേച്ചാലും മാച്ചാലും പോകില്ല. പക്ഷേ അതിലെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ധനരാജിന്റെ ആണെങ്കിലും ബാക്കി കുടുംബങ്ങളെയൊക്കെ ഇവരുടെ ചേട്ടൻ പറഞ്ഞ അവരുടെ കൈക്കുള്ളിൽ വെച്ച് അവർക്ക് പരാതിയില്ല. അപ്പൊ പിന്നെ അവരെങ്ങനെ പരാതി പറയും? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഈ പാർട്ടിയെ ചാണ്ടി എങ്ങനെ പറയാൻ കഴിയില്ല. കാര്യം നമുക്ക് കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ സ്ഥാവര ജംഗമ വസ്തുക്കളുണ്ട്. ഇതൊക്കെ കയറി നശിപ്പിച്ച എന്ത് ചെയ്യും? നമുക്ക് വേണ്ടി ആരെങ്കിലും പറയാനുണ്ടോ? ഈ പാർട്ടിയിലെ അംഗമാണ് എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്തുള്ള വിഭാഗീയതയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ പോലീസ് ഒരു വേള ചോദിക്കും, ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും? ഭരിക്കുന്ന ഇവരാണെന്ന് വെക്കുക, അല്ലെങ്കിൽ പോട്ടെ ഭരണം വേറെ ആളെന്ന് വെക്കുക.
ഞങ്ങൾക്ക് മേളിൽ നിന്നുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതല്ലേ. അതാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന മനുഷ്യനൊക്കെ മത്സരിക്കാൻ ഇറങ്ങി. ഇന്നായതുകൊണ്ടാണ് മത്സരിക്കാൻ ഇറങ്ങിയത്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ അത്ര അലർട്ടായത് കൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ എത്രയെന്ന് പറഞ്ഞ് പറയും? ഒന്നും പറയില്ല. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ളത്, വെളിയിൽ വന്ന ഒരു തട്ടിപ്പ് മാത്രമാണ് ധനരാജ് ഫണ്ട് തട്ടിപ്പ്. ഈ പാർട്ടി ഭരണത്തിൽ കയറി ഈ 2 ടേം കഴിയുന്നതിന് മുമ്പ് ഏതാണ്ട് 20 കൊല്ലമായി ഈ പാർട്ടിയുടെ തലപ്പത്ത് വന്നിരിക്കുന്ന മാറ്റമാണ്. എന്തിനും ഏതിനും കാശ് വേണം. ഞാൻ ഒരു ചെറിയ ഉദാഹരണമാണ് പറഞ്ഞത്. ഒരു കമ്മിറ്റിക്ക് വിളിക്കുന്നത് പോലും കാശിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ വേറെ സഖാക്കളെ നിങ്ങളെ വിളിച്ചത് ഇന്നതിനാണെന്നൊന്നും പറയില്ല എന്നാണ് എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇവർ പോകുമ്പോൾ ഇവർ വിചാരിക്കുമോ എന്തൊക്കെയോ ചില പ്ലാനും പദ്ധതി. കാര്യം ഇവരൊക്കെ പുതിയ കമ്മ്യൂണിസ്റ്റ്, ഇവർക്കൊന്നും അറിയത്തില്ല. പഴയ വരട്ടുവാദികൾക്കൊക്കെ ഇതിനകത്ത് ഇതൊക്കെ ഇത്രയും നടക്കുള്ളൂ എന്ന് അറിയുള്ളൂ. എല്ലാം കുറെ റിട്ടയർമെന്റ് ആയ ആൾക്കാരും അങ്ങനെയുള്ളവരൊക്കെയാണ് ഈ പാർട്ടി കമ്മിറ്റിയിലുള്ള ടീമുകൾ. ബാക്കിയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഇതിപ്പോൾ സ്ഥാനമാനങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് നോക്കുന്നത്. അധികാരത്തിന്റെ പിറകെ പോകുന്ന ഒരു കൂട്ടം പാർട്ടിക്കാരും പാർട്ടിയിലുള്ള അംഗങ്ങളും, 2 പാർട്ടിയുടെ സിദ്ധാന്തവും പ്രത്യയശാസ്ത്രവുമാണെന്ന് വലുതെന്ന് ചിന്തിക്കുന്ന കുറെ മടയന്മാരും ആണ് ഈ പാർട്ടിയിൽ ഇപ്പോൾ ഉള്ളത്. അതിന്റെ മടയന്മാരെന്നേ പറയൂ. ഇനി അവർ മടയന്മാരാവാതിരിക്കുക. തീർച്ചയായും. അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ തിന്നുന്ന ചോറിൽ രക്തം പുരളാതിരിക്കാനെങ്കിലും ശ്രമിക്കുക. ഈ പറഞ്ഞ TP-യുടെ കേസ് ഉണ്ടല്ലോ, അത് തേച്ചാലും മാച്ചാലും ഈ പാർട്ടി. അല്ല, അത് തന്നെയാണ് കുഞ്ഞികൃഷ്ണന്റെ വാചകം തന്നെയാണ് നമ്മൾ കടമെടുക്കുന്നത്. ധൈര്യമുണ്ടോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ അത് തന്നെയാണ് ചോദിക്കുന്നത്. ധൈര്യമുണ്ടോ ഇത്രയധികം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ? ഇനിയും നിങ്ങൾ ഇത്തരത്തിലുള്ള ധൈര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ ധൈര്യം കാണിക്കുമോ? ചങ്കുറപ്പോടെ ചോദിക്കുന്നത്. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് അറിയാമോ? ആ ഒരു ചങ്കൂറ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതായത് സുരേഷിനോട് ചോദിക്കുന്നുണ്ട്, PS സുരേഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ടോ? അവിടെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് അദ്ദേഹം മറുപടി പറഞ്ഞത്, ഞാൻ എന്തിനു പേടിക്കണം, എന്നെ ചെയ്യാനുള്ള ഒരു വരട്ടെ എന്നാണ് സുരേഷ് പറഞ്ഞത്. അതുപോലെ അതേ ധൈര്യമാണ് കുഞ്ഞികൃഷ്ണനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളോടൊപ്പം ഒരുപാട് ജനങ്ങളുണ്ട്. അത് നിങ്ങളുടെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ അത്തരം നിലപാടുകൾക്കൊന്നുമല്ല, നിങ്ങൾ പറയുന്നതിൽ കഴിവുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് മാത്രമാണ്. ഇനി അതിൽ ഇടത് സൈബറിടങ്ങൾക്കോ അല്ലെങ്കിൽ ഇടതുകാർക്കോ എന്തും എന്ന് മുതൽ സൈബർ വന്നത്? ജി സുധാകരൻ ചോദിക്കുമ്പോൾ എന്ന് മുതൽ സൈബർ വന്നത്? അത്രേ ചോദിക്കാനുള്ളൂ. പറയാനുള്ളത് വിളിച്ച് പറയും. ബാക്കി സൈബറും മറ്റു കാര്യങ്ങളും വരട്ടെ. ജി സുധാകരന്റെ അച്ഛനെ വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരല്ലേ അല്ലേ? നാളെ പിണറായിയുടെ അച്ഛനെ വിളിക്കില്ലെന്ന് ആര് കണ്ടു? കേരളത്തിന്റെ പുതിയ സാംസ്കാരിക രീതികൾ അത് നമ്മൾ കാണേണ്ടി വരും.